ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തട്ടുദോശയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെസിപ്പിയിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഉഴുന്നുപരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ചെറിയ 2 കഷ്ണം ഇഞ്ചി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ 2 കഷ്ണമാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് അധികം മുന്നിട്ട് നിന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചട്നിക്ക്. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി 4 വെളുത്തുള്ളി അല്ലിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ കൂടെ. അപ്പോൾ അതുകൂടെ നമുക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് പകുതി ഒന്ന് വഴന്നു വന്നാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. സവാള ഇട്ട് കൊടുക്കരുത്. സവാള ഇട്ടാലൊരു മധുരച്ചുവ വരുന്നതുകൊണ്ട് ചട്നിക്കൊക്കെ എപ്പോഴും കൊച്ചുള്ളിയാണ് നല്ലത്. അതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറിയ വലുതൊക്കെ ഞാനൊന്ന് നെടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് എരിവിനായിട്ട് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഓരോന്നും 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. അപ്പോൾ എൻ്റെ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവില്ലല്ലോ. അതുപോലെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മെയിനായിട്ടും വേണ്ടത് തക്കാളിയാണല്ലോ. ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 പേർക്ക് കഴിക്കാനുള്ള ചട്നി ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത തക്കാളിയുടെ കൂടെ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അവസാനം വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയ ശേഷം മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇതിൽ വേവിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ ഇത് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. ഒന്ന് സ്പാറ്റില വെച്ചൊന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് ദോശയുടെ കൂടെ മാത്രമല്ല ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിയൊക്കെ ഒരു സ്റ്റൗവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മറ്റേ അടുത്ത സ്റ്റൗവിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുട്ടികൾക്കും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്കത് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു വളരെ തിക്ക് പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ അരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് താളിപ്പൊന്നും ചേർക്കുന്നില്ല. എണ്ണ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എണ്ണ ചൂടാക്കി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഈ തക്കാളി. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ ഈ ചട്നി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.